പിന്നെ ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ ഒരു 14 ലിറ്ററിൻ്റെ ടാങ്കോ ചെറിയ ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാനൊക്കെ ഒരു സിസ്റ്റമാണ് ഇത്. കാര്യം അഡീഷണൽ ഓക്സിജൻ കിട്ടും, കാർബൺ ഡയോക്സൈഡ് സ്ട്രിപ്പിംഗ് നടക്കും. അശ്വിൻ ഭായ്, ഈ ട്രിക്ലിംഗ് ഫിൽട്രേഷനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. ഒരുപാട് പേർക്കുള്ള സംശയമാണത്. അതിൻ്റെ പ്രവർത്തന രീതിയും ബാക്കി കാര്യങ്ങളൊന്നും വിശദീകരിക്കാം. ആക്ച്വലി അത് RISൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഒരു ടെക്നോളജിയാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, പല ഫാമിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഒരു ഓൾഡ് ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടത് NDPRൻ്റെ അതിനെ സംബന്ധിച്ച് അത് സബ്മേർജ്ഡ് ഫിൽട്ടർ, അതായത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഫിൽട്ടറാണ് നമ്മൾ RISൽ കണ്ടത്. പക്ഷേ ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് അതിന് സാധാരണ വെറ്റ് ആൻഡ് ഡ്രൈ ഫിൽട്ടർ എന്ന് പറയുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഫിൽട്ടർ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉയർത്തി നിർത്തും. അതായത് നമുക്ക് എവിടെയാണോ വെള്ളം തിരിച്ചു വരേണ്ടത് അവിടെ ഉയർത്തി നിർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ സമ്പ് സിസ്റ്റം വഴി നമ്മൾ NDPR ചെയ്യുന്ന പോലെ എയർ ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും അതിൽ നടക്കത്തില്ല. അത് നല്ല ഹെഡ് വേരിയേഷൻ വരുന്ന ഒരു സിസ്റ്റമാണ്. ലോ ഹെഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പം മീഡിയാസ്, ഇപ്പം സാധാരണ ഉപയോഗിക്കുന്നത് ബയോബോൾസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴയ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അവർ ഓയിസ്റ്റർ, പിന്നെ മസലിനുള്ള ഈ കല്ലുമ്മക്കായയുടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈവൻ മെറ്റിൽ, നമ്മുടെ അക്വപോണിക്സിന് ബെഡിൽ ഉപയോഗിക്കുന്ന മെറ്റിലാണെങ്കിൽ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഇച്ചിരി റിലേറ്റീവ് വലുതായിരിക്കണം. അതായത് ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ബയോഫിലിം ക്ലോഗിങ്, അതായത് വേസ്റ്റ് ക്ലോഗിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം കയറി ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഇതിൻ്റെ സൈഡുകളിൽ ഹോൾസ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഒരു പൈപ്പ് ഇട്ടിട്ട് അതിൽ ഹോൾസ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്താണെങ്കിൽ ഇതിനുള്ളിൽ ഓക്സിജൻ സർക്കുലേഷൻ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫാനായിരിക്കും കൊടുക്കുന്നത്. ഈ ഹോൾസ് ഒന്നും വിടാതെ ഡയറക്റ്റ് ഇതേപോലെ ഇപ്പോൾ ഈ ബാറിൽ ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി NDPR വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ട് അടിയിലൊരു പൈപ്പ് കാണും. ഈ പൈപ്പിനകത്തൂടെ എയർ കയറി വരും, ഈ ഫാനിലേക്കൂടെ പുറത്ത് വരും. ഇങ്ങനെ ഈ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ട്രിക്ലിംഗ് ഫിൽട്ടറായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ബാരലിനുള്ളിൽ നമ്മൾ മീഡിയ നിറച്ചേക്കാണ്. നമ്മളിപ്പോൾ ഉദാഹരണം കക്ക എന്ന് പറഞ്ഞ ഒരു സർഫസ് ഏരിയ വളരെ കുറവാണ്. എനിക്ക് 100 താഴെ അല്ലെങ്കിൽ 100 അതിന് മീറ്റർ സ്ക്വയർ പറയുകയാണെങ്കിൽ ഏരിയ പറയുകയാണെങ്കിൽ സർഫസ് ഏരിയ ഉള്ളൂ. ഇതിന് 500 കിട്ടുന്ന സമയത്ത് NDPRന് 500 കിട്ടുന്ന സമയത്ത് അതിന് 100 ഉള്ള സർഫസ് ഏരിയ. അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക, അത്ര കോമ്പാക്റ്റ് ആകത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മീഡിയ നമ്മൾ നിറച്ച് വെക്കും. ഇപ്പം സൈഡിൽ ഹോൾസ് ആണെങ്കിൽ ഹോൾസ്, ഇല്ലെങ്കിൽ ഇവിടെ ഹോൾസ് ഒരു പൈപ്പ് കൊടുത്തിട്ട് ഫാൻ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ മീഡിയയ്ക്കുള്ളിൽ എപ്പോഴും എയർ കാണും, സർക്കുലേഷൻ ആയിരിക്കും. ഇതൊരിക്കലും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയല്ല. പകരം ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ള, അതായത് ഈ ഗ്രൗണ്ടിൽ താഴെയുള്ള രീതിയിലായിരിക്കും പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ പോണ്ടിൽ നിന്നും നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ളം സപ്ലൈ ചെയ്യുന്ന വെറുതെ വെള്ളം സപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതിന് മുകളിൽ ഒരു ഡിഫ്യൂസൽ പ്ലേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ ഹോൾസ് ഇട്ട ഒരു ചെറിയൊരു പാത്രം, അല്ലെങ്കിൽ PVC പൈപ്പിൽ ഹോൾസ് ഇട്ടിട്ട് എങ്ങനെ ഇതൊരു ഷവർ പോലെ വെള്ളം തുള്ളിയായിട്ട് ഇതിനകത്തോട്ട് വീഴണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ മീഡിയ സബ്മേർജ്ഡായിട്ടുള്ള മീഡിയ എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈ വെള്ളം കയറി ഇറങ്ങിപ്പോകും. പക്ഷെ ഇങ്ങനെയുള്ളൊരു സാധനത്തിനകത്ത് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ സെൻട്രൽ പോർഷനിൽ കൂടെ മാത്രം ഒഴിയായിരിക്കും പോകുന്നത്. എല്ലാ മീഡിയയിലും ഇത് ടച്ച് ചെയ്യത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ ഈ വെള്ളത്തിനെ ഡിഫ്യൂസ് ചെയ്ത് പല സ്ഥലത്തോട്ടാക്കി ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്, ഷവർ പോലെ ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഷവർ പോലെ ഒഴിക്കുമ്പോൾ 1-2 അഡ്വാൻറ്റേജ് വേറെ ഉണ്ട്. അപ്പം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിസ്റ്റത്തിൽ ട്രിക്ലിംഗ് ഫിൽട്ടറിൽ നമ്മൾ നൈട്രിഫിക്കേഷന് വേണ്ടിയിട്ട് എയർ ഓക്സിജൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സ്ഥിതിയിലാണെങ്കിൽ നമ്മൾ പോണ്ടിലുള്ള എയറേഷൻ നല്ലതായിട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ബയോ ഫിൽറ്ററിനകത്തുള്ള NDPRനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എയറേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2-3 ബെനിഫിറ്റ് ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യേണ്ട. അത് കൂടാതെ നമ്മൾ ഈ കൊടുക്കുന്ന വെള്ളത്തിൽ ഓക്സിജൻ ആഡ് ചെയ്യുകയും ചെയ്യും. അതായത് ഇതിനകത്തൂടെ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. അത് കാസ്കേഡിങ് എന്ന് പറയും. കാസ്കേഡിങ് എന്ന് പറയുന്നത് എയറേഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മുടെ പാർക്കറ്റുകളിലൊക്കെ ഇറങ്ങി വരുമല്ലോ വെള്ളം, വെള്ളച്ചാട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ റിച്ച് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സെയിം എഫക്റ്റാണ് ഇതിനുള്ളിൽ കിട്ടുന്നത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് എയർ മിക്സായി താഴോട്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇതിന് ഈ വെള്ളത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന് ഇത് പുറത്ത് കളയുകയും ചെയ്യും. ഇപ്പോൾ 2 ബെനിഫിറ്റ് നമുക്ക് ഒരേ സിസ്റ്റത്തിനുണ്ട്. ഒരു ബയോഫിൽറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ബയോഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, എയറേഷൻ നടക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് സ്ട്രിപ്പിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എയർ ലിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് എയർ ലിഫ്റ്റിൽ ഇതേപോലെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഓക്സിജൻ ആഡ് ചെയ്യുകയും ചെയ്യും, കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയുകയും ചെയ്യും, സർക്കുലേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് പറയുന്നത് ബയോഫിൽറ്ററിൽ ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ 2-3 അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കക്ക ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട് pH ബഫറിങ്, അതായത് ആൽക്കലൈനിറ്റി ലോസ് അങ്ങനെ ഉണ്ടാവാറില്ല, ആൽക്കലൈനിറ്റി മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിനെ കൃത്യമായി അറിയത്തില്ല. ഈ ഒരു അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ അഡ്വാൻറ്റേജാണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
ഇതിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. സർഫസ് ഏരിയ റിലേറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ ഇത് വളരെ വലിപ്പമുള്ള രീതിയിലായിരിക്കും ഇത് ഇരിക്കുന്നത്. അപ്പം MBBR പോലെ ഒന്നും കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്, ഇതിലും ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ സർഫസ് ഏരിയ പറയുന്നത് അതിൻ്റെ ഒരു 5-1 സർഫസ് ഏരിയ നമുക്ക് ഇതിന് കിട്ടത്തുള്ളൂ. അപ്പം സൈസ് പറയുകയാണെങ്കിൽ 5 ഇരട്ടി ആവേണ്ടതാണ് തിയററ്റിക്കലി പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഹെഡ് ഇപ്പം എയർ ലിഫ്റ്റ് പോലുള്ള ലോ ഹെഡ് സിസ്റ്റംസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇത്രയും പൊക്കത്തിൽ നമ്മൾ കൊടുത്തിട്ട് ഇത് തിരിച്ച് ഇതിൻ്റെ ഔട്ട് വരുന്ന ഏറ്റവും താഴെ നിന്നാണ്. ഇപ്പം ഇതിൽ നമ്മൾ മുകളിൽ ഷവറിലോട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ട്രിക്കിളായി താഴെ വന്നിട്ട് ഇതിന് ഏറ്റവും അടിഭാഗത്തു നിന്നായിരിക്കും ഇതിനകത്ത് വെള്ളം പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഹെഡിൽ നമ്മൾ വെള്ളം പമ്പ് ചെയ്യണം. പക്ഷേ പകരം MBBR ആണ് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് 0 ഹെഡിൽ പമ്പ് ചെയ്യും. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടില്ല, ഇത് MBBR സിസ്റ്റമാണ്. ഇതിൻ്റെ വെള്ളം കിടക്കുന്ന ഈ ലെവലാണ്, ഗ്രാവിറ്റി അല്ലെങ്കിൽ വാട്ടർ ലെവൽ. അപ്പം പമ്പിന് എടുക്കേണ്ടി വരുന്ന ലോഡ് ഇത്രയേ ഉള്ളൂ. അതാണ് എയർ ലിഫ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ മറ്റേ ട്രിക്ലിംഗ് ഫിൽറ്റർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ പോണ്ട് നമുക്ക് കുഴി ഒഴിച്ചിട്ട് അതായത് 1 മീറ്റർ മുകളിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് അത്ര എനർജി നമുക്ക് ലോസ് വരും. ഓക്കെ, അപ്പോൾ പോണ്ട് നമ്മൾ താഴെ നിർമ്മിക്കേണ്ടി വരും. ഫിൽറ്റർ ടാങ്ക് ആണെങ്കിലും ചെയ്യാൻ പറ്റും. അതിന്റെ മുകളിലേക്ക് പോയാലും നമുക്ക് ഹെഡ് ഡിഫറൻസ് ഇത്രയും വരും. ഇവൻ ആ ഫിൽറ്ററിന്റെ ഇപ്പൊ ഈ ഒരു സിസ്റ്റം തന്നെ എനിക്ക് ഇത് ട്രിക്ലിംഗ് ഫിൽറ്റർ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു യൂണിറ്റ് നമുക്ക് ഇപ്പോൾ പമ്പൊന്നും ഉപയോഗിക്കാത്തൊരു സിസ്റ്റമാണ്, ഞാൻ എയർ ലിഫ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ ഉള്ളൊരു സിസ്റ്റമാണ്. അപ്പം ട്രിക്ലിംഗ് ഫിൽറ്ററായിട്ട് ഇത് മാറ്റാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഇതിനകത്ത് ആദ്യം വെള്ളം ട്രിക്കിൾ ചെയ്യിച്ചിട്ട് ഈ വെള്ളം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ ഇത്രയും താഴെ വരണം, താഴെ ഒരു സമ്പിൽ കൊണ്ടുവരണം. ഓക്കെ, താഴെ കളക്ട് ചെയ്തിട്ട് ചെറിയ പോണ്ട് മാരുണ്ടാക്കി അവിടുന്ന് പമ്പ് ചെയ്തിട്ട് അപ്പോഴും നമുക്ക് ഹെഡ് മാറുന്നില്ല, ഹെഡ് സെയിം ആണ്. അപ്പോൾ അതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ 14 ലിറ്ററിൻ്റെ ടാങ്ക് ചെറിയ ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാനൊക്കെ ഒരു സിസ്റ്റമാണ് ഇത്. കാര്യം അഡീഷണൽ ഓക്സിജൻ കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രിപ്പിംഗ് നടക്കും. അപ്പം ഒരാൾക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ട്രൈ ചെയ്ത് അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരാൾക്ക് മീൻ കൃഷി നടത്തുന്ന ആൾക്ക് ഫിൽറ്റർ യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ RSന്റെ ആ ഒരു എന്താ പറയുക അത്രയും വലിയ കോംപ്ലിക്കേഷനായിട്ടൊന്നും പോകാതെ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഈവൻ മെക്കാനിക്കൽ ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാതെ തന്നെ അത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടുന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു ഒരു 1000 ലിറ്ററിൻ്റെ സിസ്റ്റം, ഇത് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇതേപോലെ ഒരു സിസ്റ്റം ഒരാൾക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ഡ്രം മതിയാവും. ഈ വെള്ളം നമ്മൾ ഇതിനകത്തൊന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയാം, വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമ്മളൊരാൾ സിമ്പിളായിട്ട് ഒരു പുതിയതായിട്ട് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. ഇപ്പോൾ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഇതുപോലെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ടാങ്ക് സമ്പന്നുള്ള സിസ്റ്റത്തിൽ ഒന്നും പോകണ്ട, ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൽ ഞാൻ ഈ പറഞ്ഞ ഇതിൽ ഉണ്ടാക്കി ഇതിലൊരു പറഞ്ഞ ഒരു ബോൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മൾ പമ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹോൾസിനകത്തൂടെ ഷവർ പോലെ പല ഇതിൽ എന്തൊക്കെയാണ് ഇടേണ്ടത് നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് കക്കായിരിക്കും. നീറ്റ് കക്ക വേണ്ടല്ലോ, നീറ്റ് കക്ക അല്ല, പച്ച കക്ക. ആ കക്ക എത്ര വരെ ഫില്ല് ചെയ്യണം? ടോപ്പ് വരെ ഫില്ല് ചെയ്യണം, ഇതുവരെ ഏകദേശം ടോപ്പ് വരെ ഫില്ല് ചെയ്യാം. അതിപ്പം ചിലർ ചെയ്യാറുണ്ട്, സൈഡ് ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൈഡിലെ ഹോൾസ് കൂടെ വെള്ളം പോകും. അപ്പം നമ്മൾ അത് കളക്ട് ചെയ്യാനും കൂടെ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൽ നിന്നുള്ള വെള്ളം ആയിരിക്കണം ഇതിനകത്തോട്ട് വരേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിൽ ആദ്യം ഇതിനേക്കാളും വലിയൊരു പാത്രം വെച്ച് അതിനുള്ളിൽ ഇത് ഇറക്കി വെച്ചിട്ട് ഇതിന്റെ സൈഡിൽ ഹോൾസ് ഇട്ടിട്ട് വേണ്ടി ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിൽ ഒരു PVC പൈപ്പ് ഇറക്കി വെക്കും. അതിനുള്ളിൽ ഈ സൈഡിൽ ഇടാൻ ഉദ്ദേശിച്ച ഹോൾ അല്ല അതിനുള്ളിൽ ഇടുക. അപ്പോൾ നമ്മൾ ഈ പുറത്ത് ഹോൾ ഇടാതെ തന്നെ ഈ സെന്ററിൽ കൂടി ഇതിനകത്തോട്ട് എയർ സപ്ലൈ കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വേറെ പാത്രം ഒന്നും വെക്കാൻ പോകുന്ന ഇത് സ്റ്റാൻഡിൽ വെക്കുക. ഇതിന്റെ സെന്ററിൽ ഒരു പൈപ്പ് പെർഫോറേറ്റഡ് പൈപ്പ്, അതായത് ഹോൾസ് ഒരുപാട് ഹോൾസ് അടി വരെ വെക്കുക. അടി വരെ വെച്ചതിന് ശേഷം ഇതിനെ ഉയർത്തി ഒരു സ്റ്റാൻഡിന് മുകളിലേക്ക് ഉയർത്തി നിർത്തുക. എന്നിട്ട് അതിന്റെ എൻഡിൽ നിന്ന് ഏറ്റവും താഴെ നിന്ന് ഒരു പൈപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ടാങ്കിലേക്ക് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമുക്കൊരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ അതിൽ ചെയ്യുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മോളിൽ വെച്ചിരിക്കുന്ന ബൗളിനകത്ത് നമുക്ക് കുറച്ച് മാറ്റോ സ്പോഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നെറ്റ്, അതായത് ഈ ഫിഷിംഗ് നെറ്റോ അല്ലെങ്കിൽ ഈ കാണുന്ന ഇപ്പോൾ ഗ്രീൻ നെറ്റോ വല്ലതും മടക്കി വെക്കാമെങ്കിൽ അതിൽ സോളിഡ്സ് ക്യാപ്ചർ ആവുകയും ചെയ്യും, വെള്ളം താഴ്ത്തു പോവുകയും ചെയ്യും. നമുക്കിതെടുത്ത് കഴുകിയിട്ട് തിരിച്ചിടുകയും ചെയ്യാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരാൾക്ക് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമുള്ളൊരു രീതിയാണ്. പിന്നെ ഇതിനെയും കോംപ്ലിക്കേറ്റഡ് ഇപ്പോൾ വലിയ 14 ലിറ്ററിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ നടക്കത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ ആദ്യം ചെയ്തിട്ട് അതിൽ നിന്നുള്ള വെള്ളം ഇതിൽ വന്നിട്ട് തിരിച്ച് ഇതിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ